ഞാൻ മാളുവാ. ഇതെൻ്റെ അമ്മയുടെ ഫോണാ. കഷ്ടപ്പെട്ട് വിളിച്ചും പോരഞ്ഞിട്ട് എന്താ ലേറ്റ് ആയെന്നാ? എടാ, അമ്മയുടെ ഫോണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ ഇനി തിരിച്ച് വിളിക്കൊന്നും വേണ്ട. ഉള്ള ഫോണൊക്കെ പിടിച്ചില്ലേ, പിന്നെ എനിക്ക് എങ്ങനെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റും? പൈസയോ? അതിന് എൻ്റെ പൈസ ഒന്നുമില്ല. അച്ഛൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒപ്പിച്ച് ഞാൻ വിളിച്ചോളാം. കറങ്ങാൻ വരാനാ? ഞാനൊന്നും വരുന്നില്ല. നീ ഫോൺ വെച്ചേ. ഓക്കെ, ശരി, ബൈ ബൈ. പോവാണോ? എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. ഞാനാണെ ലേറ്റ് ആയി. എനിക്ക് വണ്ടി പണി വന്ന് അതാ ലേറ്റ് ആയത്. ഞാൻ പോവാ, അല്ല കണ്ട പ്രശ്നമാവും. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, കുറെ സംസാരിച്ചിട്ട് പോവാ. പോയേ. ഇതെന്റെ ഒരു പഴയ ലോക്കറ്റാ. ഇത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും വെച്ച് എനിക്കൊരു ഫോൺ മേടിച്ചതാ. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ എന്നോട് സ്നേഹമുണ്ട് അല്ലേ? പോയേ, ഞാൻ പോവാ. വാ ചേച്ചി, ഒന്ന് കേറിയിട്ട് പോ. ഇല്ലടാ, ഞാൻ പോട്ടെ, എനിക്ക് തിരക്കുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. എന്തായാലും ഇവിടെ വരെ വന്നാലേ. വാ, ഒന്ന് കേറിയിട്ട് പോവാ. ശരി. വരാം മോനെ, വരാം. വാ ചേച്ചി. ഇരിക്കേ ചേച്ചി. ആരാ അവനി? ഇത് സുധ ചേച്ചി. മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അവനിയുടെ ഫ്രണ്ടാ? ഞാൻ സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിക്കാൻ പോകുന്ന വഴിക്ക് സ്കൂട്ടറിൽ നിന്നൊന്ന് വീണു. എന്നിട്ട് സ്കൂട്ടറിന് വല്ലതും പറ്റിയോ? സ്കൂട്ടറിന് എന്തെങ്കിലും പറ്റിയെന്നാ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നല്ലേ ചോദിക്കണ്ടേ? അമ്മയല്ലേ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നിൽ വെക്കണത്, അതല്ലേ സ്കൂട്ടറിന് വല്ലതും പറ്റിയെന്ന് ചോദിച്ചത്. സ്കൂട്ടർ വർക്ക്ഷോപ്പിലാ. റോങ് സൈഡ് കയറി രണ്ട് പയ്യന്മാർ വന്ന് വണ്ടി തട്ടി ഞാൻ അവിടെ വീണു. വീണ് കിടക്കുന്ന എന്നെ ചേച്ചിയാ വന്ന് ഹെൽപ്പ് ചെയ്തത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? അമ്മ, ഞാൻ പറഞ്ഞതാ പോകാമെന്ന്. അപ്പൊ ആവണി പറഞ്ഞു കുട്ടികൾ അവളെ കണ്ടില്ലെങ്കിൽ വിഷമിക്കും, അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെ എടുത്തിട്ട് വരുന്ന വഴിയാ. ഈ വണ്ടി ഇടിച്ചവന്മാരെ പറ്റി വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല, അമ്മമാരെ നിർത്താതെ പോയെന്നേ. ആവണി പക്ഷെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ സ്ഥല വയസ്സേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാമ്മ വേണ്ടാന്ന്. ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ സ്ത്രീകളെ ഉപദ്രവിച്ചതോ പോട്ട്, അവന്മാർക്ക് വണ്ടി നിർത്തി ഇവളെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്താറുന്നല്ലോ. ഇവൾക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കാറുന്നല്ലോ. അതും ശരിയോ? അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. ഇനി അമ്മമാർ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യത്തില്ല. ഈ കേസ് നമുക്കൊന്ന് കൊഴിപ്പിക്കാം. നല്ലൊരു വക്കീലിനെ നമുക്ക് വെക്കണം. എന്റെ ഹസ്ബൻഡ് വക്കീലാണ്, പക്ഷെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വക്കീലിനെ നോക്കിയെടുത്ത് നമുക്ക് വെക്കാം. കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടി വരില്ലേ ചേച്ചി? ഇല്ല, അവണിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. സുധാന്നല്ലേ പേര് പറഞ്ഞ്? അതെ. ഹലോ, ഒന്ന് നിന്നേ. ഇതാരാ? അനിയനും ഭാര്യയും. ഈ ബാഗ് തനിക്ക് പിടിക്കാൻ പറ്റത്തില്ലേ? പിടിക്കാൻ പറ്റും. ആ കുട്ടിയുടെ പേരെന്താ? അഞ്ചു. അഞ്ചോ, ബാഗ് കൊടുത്തേ. ഇതൊക്കെ ആവശ്യമില്ലാത്ത ശീലങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് ഭർത്താക്കന്മാർക്ക് ഒരു തോന്നലുണ്ട് അവരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യുമെന്നുള്ളത്. താൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതല്ലേ? അതെ. എന്നാ പോ. നിങ്ങൾ രണ്ടും ഒരുമിച്ചാണോ പോന്നെ? അല്ല, പ്രകാശേട്ടൻ മാത്രമേ പോണുള്ളൂ. എന്നാ പിന്നെ അയാൾ ഒറ്റയ്ക്ക് പോയാ പോരെ? കൊച്ചെ, ഇതൊക്കെ കൊണ്ടാണ് ഭർത്താക്കന്മാര് നമ്മുടെ തലയിൽ കയറാൻ വരുന്നത്. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ആന്റി എന്ത് പുരുഷ വിരോധിയാ? അയ്യോ, അതൊന്നും ഇല്ല കുഞ്ഞെ. ഞാൻ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സുധ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി അമ്മേ. ചേച്ചി ഗവൺമെന്റ് ജോലിക്കാരിയാണോ? അതെ. നമ്മുടെ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് ഞാൻ. അതെയോ? അതിനകത്തൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ആവണീനെ അഞ്ജുവിനകത്ത് ആഡ് ചെയ്യട്ടെ? എന്റെ നമ്പർ ഓൾറെഡി മാഡത്തിന്റെ കയ്യിലുണ്ടല്ലോ. അഞ്ചിന്റെ നമ്പർ കൂടി ഞാൻ അയച്ചു തന്നേക്കാം. മാഡോ? ഗവൺമെന്റ് എംപ്ലോയി എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഡോ ആയോ? ചേച്ചി നല്ലേ വിളിച്ചേ, അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അമ്മേനെയും കൂടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തോട്ടെ. എന്റെ ഭർത്താവ് മരിച്ചുപോയി കുഞ്ഞെ, ഇനി ഞാൻ ആരെ പാഠം പഠിപ്പിക്കാനാ? അതൊരു ശരിയാ.
എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെടാ. ശരി ചേച്ചി. അല്ല ഒന്നും കുടിച്ചില്ലല്ലോ, എന്തേലും ഒന്ന് കുടിച്ചിട്ട് വാ, ആദ്യമായിട്ട് വന്നതല്ലേ. അതിന് ഇനിയും വരാലോ, ഇനി വരുമ്പോ ആവട്ടെ കേട്ടോ. ശരി. ഇനിയും വരണേ. ഓ വരാവേ. ബൈ ബൈ. ബൈ. ഈ സാരി ഒന്ന് പിടിച്ചേ, മടക്കട്ടെ. നീ സ്കൂട്ടറിൽ നിന്ന് പറഞ്ഞു. ഇപ്പോഴാണോ ചോദിക്കാൻ കണ്ടത്? പിടി. ശരി, ഇത് ആരെങ്കിലും പറഞ്ഞാലേ അറിയൂ, അല്ലാണ്ട് ഞാനിവിടെ ഇരുന്ന് ഗണിച്ചു നോക്കണം. നിങ്ങൾ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോ എന്റെ വണ്ടി പുറത്തിരിക്കുന്ന കണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ല? അത് തന്നെ, നിങ്ങൾക്കല്ലേലും ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ സമയം? നീ അതീ പിടിച്ച് തൂങ്ങല്ലേ ആവണി. തൽക്കാലം ക്ഷമിച്ച്. ഒരു മാഡം ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിള്ളേരെ സ്കൂളിൽ നിന്നും കൂട്ടി ഞങ്ങളെ വീട്ടിൽ വിട്ടിട്ട് അവര് പോയത്. അവരെ ഗവൺമെന്റ് ജോലിക്കാരിയാ. അത് കേട്ടപ്പോ തൊട്ടൊരു ബഹുമാനമൊക്കെ തോന്നി. ഓ, എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലല്ലേ, സന്തോഷം. എന്ത് പറ്റണമായിരുന്നോ? എന്റെ പൊന്നോ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ആ ഒരു സന്തോഷം ഞാൻ പങ്കിട്ടെന്നുള്ളൂ. ഓ മനസ്സിലായി. വണ്ടി വർക്ക്ഷോപ്പിലാ. പിള്ളേരെയൊക്കെ സ്കൂളിൽ നിന്ന് വിളിക്കണം വൈകിട്ട്. വിളിക്കണം? നിങ്ങളെ വിളിക്കണമെന്ന്. ഓ, അതിനൊരു ഓട്ടോ വിളിച്ച് പോയാ പോരെ? ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴൊക്കെ വൈകും. ഓ അറിയാം, ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഒരു ദിവസം വയ്യാതിരുന്നാ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കണ്ടേ? ആ ദിവസം പിള്ളേരെ സ്കൂളിൽ വിടാണ്ടിരുന്നാ പോരെ? എന്തൊരു ഐഡിയ. കിടന്നോ, രാവിലെ കരാട്ടെ ക്ലാസ്സിന് പോകാനുള്ളതല്ലേ. മോളെ, എന്റെ ബ്ലാക്ക് ബെൽറ്റ് ഒന്ന് കിട്ടിക്കോട്ടെ കേട്ടാ, കാണിച്ചരാ ഞാൻ. കാണും 68 ഇഷ്ടിക്കാൻ പൊട്ടിക്കൂടെ. ഇഷ്ടിക്കാൻ പൊട്ടിച്ച് കൈയും കാലും ഒടിഞ്ഞ് കിടക്കുമ്പോഴേ ഞാൻ തന്നെയാ നോക്കേണ്ടത്. ആ ബോധം വേണം. കിടന്നുറങ്ങാൻ നോക്കാം.